മക്കളെ, നമ്മുടെ 6ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിവിലൈസേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പിക്ചേഴ്സ് നിങ്ങളെ കാണിച്ചു തരും. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം ഏത് സിവിലൈസേഷൻ ആണ് മിസ് പറയുന്നതെന്നുള്ളത്. റെഡിയാണോ? യെസ്. ഇതാ നോക്കിക്കോളൂ, ആദ്യം കാണിക്കാൻ പോകുന്ന പിക്ചർ ആണ് ദാ ഇപ്പൊ വരും. നോക്കിക്കേ, ഏതാണിത്? നൈൽ റിവർ ആണ് ആദ്യം കാണിച്ചിട്ടുള്ളത്. ദെൻ സെക്കൻഡ് പിക്ചേഴ്സ് നോക്കിയാടാ, കെയ്റോ സിറ്റി ആണ് കാണിക്കുന്നത്. ദെൻ തേർഡ് വൺ നോക്കിയേ, എന്താണെന്നൊന്ന് ഗസ് ചെയ്തേ. എന്തായിരിക്കും ഈ തേർഡ് പിക്ചറിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും ഒന്ന് ഗസ് ചെയ്യാ. ദെൻ നോക്കാം, അടുത്ത് നോക്കിക്കോളൂ, ദ ഫേമസ് പിരമിഡ്സ് ആണ് ഫോർത്ത് വൺ. അത് കഴിഞ്ഞ് ലാസ്റ്റ് വൺ നോക്കിക്കേ, ഇതാ ഒരു കൃഷി അല്ലെങ്കിൽ അഗ്രികൾച്ചർ, കൃഷി ചെയ്യുന്നതിന്റെ ഒരു പിക്ചർ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും ഏത് സിവിലൈസേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ. ഏതാണ് ആ സിവിലൈസേഷൻ? എന്താ നോക്കിക്കോളൂ, നമ്മളിപ്പോ പഠിച്ചത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ് അല്ലെ. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നൈൽ വാലി സിവിലൈസേഷൻ, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നദീതടം, നൈൽ നദീതടത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതേപോലെ തന്നെ ഈജിപ്തിലെ പ്രധാന നഗരമായിരുന്നു കെയ്റോ. അതേപോലെ അവിടുത്തെ രാജാക്കന്മാർ അറിഞ്ഞിരുന്നത് ഫറവോ എന്നായിരുന്നു. പിരമിഡ്സ് ആണ് ഈജിപ്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ. അതേപോലെ തന്നെ അവരുടെ പ്രധാന ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. സോ ഈജിപ്റ്റ് ഈസ് നോൺ ആസ് ദ ഗിഫ്റ്റ് ഓഫ് നൈൽ എന്നും ഈജിപ്തിനെ അറിയപ്പെടുന്നുണ്ട് അല്ലെ. നൈലിന്റെ ദാനം എന്നും ഈജിപ്തിനെ അറിയപ്പെടുന്നുണ്ട്. എങ്കിൽ എൻ്റെ നിങ്ങളോടുള്ള ചോദ്യം എന്താന്ന് പറഞ്ഞാൽ, കൃഷിയാണ് ഈജിപ്തുകാരുടെ പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞു. താഴെ ഒന്ന് കമന്റ് ചെയ്തടാ, ഏതെല്ലാം തരത്തിലുള്ള കൃഷികളായിരുന്നു, എന്തെല്ലാം വെറൈറ്റി കൃഷികളായിരുന്നു അവർ ചെയ്തിരുന്നതെന്നുള്ളത്. ഓക്കെ, ബൈ.